നമസ്കാരം. മാസ്റ്ററിങ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റുകൾ, പിന്നെ കണ്ടിന്യൂ ആൻഡ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്, ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് അറേസും സ്ട്രക്ചറുമാണ്. ഇതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയുന്നുള്ളൂ. കൂടുതലൊന്നും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയുന്നില്ല. ജസ്റ്റ് എന്താണെന്നുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അറേസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളൊരു വേരിയബിളിലേക്ക് ഒരു വാല്യൂവിനെ സ്റ്റോർ ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഇൻറ്റ് എ ഈസ് ഈക്വൽ ടു 5. അപ്പോൾ എ എന്ന് പറയുന്ന വേരിയബിളിൽ 5 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ഒരു വേരിയബിളിൽ ഒരു വാല്യൂവിനെ മാത്രമേ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റൂ. പക്ഷേ ഒന്നിലധികം വാല്യൂസിനെ ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ അറേസ് യൂസ് ചെയ്യും. അപ്പോൾ അറേ എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ടു സ്റ്റോർ മൾട്ടിപ്പിൾ വാല്യൂസ് ഇൻ എ സിംഗിൾ വേരിയബിൾ. ഒരു സിംഗിൾ വേരിയബിളിൽ മൾട്ടിപ്പിൾ വാല്യൂസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അറേസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അറേ കൊടുക്കും. ഇപ്പോൾ ഇൻറ്റ് എ ഓഫ് 5 എത്ര എലമെൻറ്റ്സ് നമുക്ക് സ്റ്റോർ ചെയ്യണോ ആ എലമെൻറ്റ്സ് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൽ എത്ര എലമെൻറ്റ്സ് വേണം ആ എലമെൻറ്റ്സിൻ്റെ നമ്പർ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുക്കും. ഇപ്പം നോക്കി, ടു ഡിക്ലെയർ ആൻ അറേ ഡിഫൈൻ ദ വേരിയബിൾ ടൈപ്പ്. ആദ്യമേ വേരിയബിളിൻ്റെ ടൈപ്പ് കൊടുക്കുക. ഇൻറ്റ് ആണോ, സ്ട്രിങ് ആണോ, ക്യാർ ആണോ, ഏതാണെന്ന് കൊടുക്കുക. സ്പെസിഫൈസ് ദ നെയിം ഓഫ് ദ അറേ. അതിനുശേഷം എന്ത് ചെയ്യുക, അറേയുടെ നെയിം കൊടുക്കുക. ഫോളോഡ് ബൈ സ്ക്വയർ ബ്രാക്കറ്റ്. അതിനുശേഷം എന്ത് വരണം, സ്ക്വയർ ബ്രാക്കറ്റ് വരണം. ആൻഡ് സ്പെസിഫൈ ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇറ്റ് ഷുഡ് സ്റ്റോർ. എത്ര നമ്പർ ഓഫ് എലമെൻറ്റ്സ് അതിൽ സ്റ്റോർ ചെയ്യണമെന്ന് വെച്ചാൽ ആ നമ്പർ ഓഫ് എലമെൻറ്റ്സിൻ്റെ എത്ര നമ്പർ ആണെന്നുള്ളത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തേക്കുന്നുണ്ട്, സ്ട്രിങ് കാർസ് ഓഫ് 4. അതായത് സ്ട്രിങ് ആണ്, എന്ത്, നമ്മുടെ ഡേറ്റ ടൈപ്പ് സ്ട്രിങ് ആണ്. അറേ നെയിം എന്ന് പറയുന്നത് കാർസ് ആണ്. എത്ര എലമെൻറ്റ്സ് ഉണ്ട്, 4 എലമെൻറ്റ്സ് നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്യാം. അപ്പം എക്സാമ്പിൾ ഉണ്ട്, സ്ട്രിങ് കാർസ് ഓഫ് 4 ഈസ് ഈക്വൽ ടു, നമ്മൾ കേർലി ബ്രാക്കറ്റിനകത്താണ് എന്ത് കൊടുക്കുന്നത്, ഏതൊക്കെയാണ് ഈ കാർസ് എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യേണ്ട വാല്യൂസ്. ഇപ്പം ഇവിടെ എന്താ, സ്ട്രിങ് ആയതുകൊണ്ട് ഡബിൾ കോഡ്സിൽ ഏതാ, ആദ്യത്തെ വോൾവോ, BMW, ഫോർഡ്, മാസ്ത, ഇങ്ങനെ 4 എലമെൻറ്റ്സ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കേർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, സെമി കോളനും കൊടുത്തു. അപ്പം ഇത്രയും വാല്യൂസ് ആണ് ഈ ഒരു വേരിയബിളിൽ അല്ലെങ്കിൽ ഈ ഒരു അറേയിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഇതാണ് അറേ എന്ന് പറയുന്നത്. അറേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു വേരിയബിളിൽ തന്നെ മൾട്ടിപ്പിൾ വാല്യൂസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അറേസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് എക്സാമ്പിൾ നോക്കിയേ. ഇൻറ്റ് ആണെങ്കിൽ എന്താ, ഇൻറ്റ് -3. ഏതൊക്കെ വാല്യൂസ് ആണ്, 10, 20, 30. ഈ 3 വാല്യൂസ് ആണ് മൈനം എന്ന് പറയുന്ന അറേയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ആക്സസ് ദ എലമെൻറ്റ്സ് ഓഫ് ആൻ അറേ. എങ്ങനെയാണ് അറേ എലമെൻറ്റിനെ നമ്മൾ ആക്സസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഓരോ വാല്യൂസിനെയും നമുക്ക് ആക്സസ് ചെയ്യാം. അപ്പോൾ അറേയുടെ ആദ്യത്തെ വാല്യൂ, ഇപ്പോൾ സ്ട്രിങ് കാർസ് ഓഫ് 4 എന്ന് പറഞ്ഞിട്ട് ഇവിടെ 4 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ, അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റിനെ നമ്മൾ ആക്സസ് ചെയ്യണമെങ്കിൽ കാർസ് ഓഫ് 0. ഇവിടെ നോക്കിയേ, സ്ട്രിങ് കാർസ് ഓഫ് 4 ഈസ് ഈക്വൽ ടു 4 എലമെൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് എലമെൻ്റ് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സി ഔട്ട്, ആദ്യത്തിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യുക. സി ഔട്ട് പ്രിൻറ്റ് ചെയ്യുന്നു. കാർസ് ഓഫ് 0, അപ്പം ഇവിടെ കാർസ് ഓഫ് 1 അല്ല, ഇത് കാർസ് ഓഫ് 0. ഇവിടെ വരുമ്പോൾ കാർസ് ഓഫ് 1, ഇവിടെ വരുമ്പോൾ കാർസ് ഓഫ് 2, ഇവിടെ വരുമ്പം കാർസ് ഓഫ് 3. അതായത് അങ്ങനെയാണ് വാല്യൂസ് പോകുന്നത്. അപ്പോൾ കാർസ് ബ്രാക്കറ്റിൽ 10 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് കിട്ടുന്നത്, വോൾവോ കിട്ടും. കാർസ് 1 കൊടുത്തു കഴിഞ്ഞാൽ BMW, 2 കൊടുത്തു കഴിഞ്ഞാൽ ഫോർഡ്. ഇങ്ങനെയാണ് ഓരോ അറേയിലെ എലമെൻറ്റ്സിനെയും നമ്മൾ ആക്സസ് ചെയ്യുന്നത്. ഇനി ഏതെങ്കിലും ഒരു അറേ എലമെൻറ്റിൻ്റെ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് രീതിയിൽ കൊടുക്കാം, ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ സ്ട്രിങ് കാർസ് ഓഫ് 4 ഈസ് ഈക്വൽ ടു ഇത്രയുമാണ് വാല്യൂസ് ഉള്ളത്. അപ്പോൾ ഈ ഫസ്റ്റ് വാല്യൂ വോൾവോ മാറ്റി നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഐറ്റത്തിൻ്റെ പേര് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ, കാർസ് ഓഫ് 0 ഈസ് ഈക്വൽ ടു ഡബിൾ കോഡ്സിൽ നമ്മൾ ഒപ്പലിന് കൊടുത്തു. ഒപ്പലിന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് മാറും, വോൾവോ മാറിയിട്ട് അതിൻ്റെ വാല്യൂ ഒപ്പലായി മാറും. ഇനി നമ്മൾ കണ്ടോ, കാർസ് ഓഫ് 0 പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്, വോൾവോ ആയിരിക്കില്ല, ഒപ്പലായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ കാർസ് ഓഫ് 0 ഈസ് ഈക്വൽ ടു എന്ത് കൊടുത്തു, ഒപ്പൽ കൊടുത്തു. അപ്പോൾ വോൾവോയ്ക്ക് പകരം ഒപ്പലാവും. പിന്നെ കാർസ് ഓഫ് 0 നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒപ്പലായിരിക്കും ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഇങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാം, അറേ എലമെൻറ്റ്സിനെ ചേഞ്ച് ചെയ്യാം.
അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു അറയിൽ ഇത്രയും 5 എലമെൻസോ 4 എലമെൻസോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 4 എലമെൻസിനെയും നമുക്ക് ഒരുമിച്ച് പ്രിന്റ് ചെയ്യാം. അങ്ങനെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലൂപ്പാണ് യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഫോർ ലൂപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു അറയിലുള്ള എലമെൻസിനെ എല്ലാം ഒരുമിച്ച് നമുക്ക് പ്രിന്റ് ചെയ്യും. ഇവിടെ നമ്മളിപ്പം സി ഔട്ട് കൊടുത്തിട്ട് കാർസ് ഓഫ് 0 ഒരെണ്ണം മാത്രമാണ് നമ്മൾ പ്രിന്റ് ചെയ്യാൻ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് മൊത്തത്തിൽ നമുക്ക് പ്രിന്റ് ചെയ്യണം. അറയിൽ എത്ര എലമെൻ്റ് ഉണ്ടോ അത്രയും എലമെൻറ്റിനെയും പ്രിന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിവിടെ നോക്കിയേ, സ്ട്രിങ് കാർസ് ഓഫ് 5 എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 5 എലമെൻറ്റ്സ് ഉണ്ട്. 5 എലമെൻറ്റ്സിനെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി 4 ഇൻറ്റു i ഈസ് ഈക്വൽ ടു 0, i ലെസ് ദാൻ 5, i പ്ലസ് പ്ലസ് i. ഫോർ ലൂപ്പ് നമുക്കറിയാമല്ലോ എന്താ? ഇനിഷ്യൽ വാല്യൂ കൊടുക്കും, കണ്ടീഷൻ കൊടുക്കും, ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻ്റ് കൊടുക്കും. അപ്പോൾ ഐയുടെ ഇനിഷ്യൽ വാല്യൂ 0 ആണ്. ഐ ലെസ് ദാൻ 5, ഐയുടെ വാല്യൂ 5നേക്കാളും ചെറുതാകുന്നത് വരെ എന്ത് ചെയ്യും? ഈ ലൂപ്പ് വർക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? 0 ലെസ് ദാൻ 5 ആണോ എന്ന് ചെക്ക് ചെയ്യും. 0 ലെസ് ദാൻ 5 ആണ്. എന്ത് പറയും? കാർസ് ഓഫ് ഐയുടെ വാല്യൂ 0 ആണല്ലോ. അപ്പോൾ കാർസ് ഓഫ് 0 ഏതാണ്? വോൾവോ പ്രിന്റ് ചെയ്യും. ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യും. 1 ലെസ് ദാൻ 5 ആണോ എന്ന് നോക്കും. ആണ്. കാർസ് ഓഫ് 1 പ്രിന്റ് ചെയ്യും. അപ്പോൾ BMW പ്രിന്റ് ചെയ്യും. അടുത്തത് എന്ത് ചെയ്യും? ഒന്നുകൂടി ഇൻക്രിമെൻ്റ് ചെയ്ത് 2 ആകും. 2 ലെസ് ദാൻ 5 ആണോ എന്ന് നോക്കും. ആണ്. കാർസ് ഓഫ് 2 പ്രിന്റ് ചെയ്യും. അപ്പോൾ ഫോർഡ് വരും. അടുത്തത് എന്ത് ചെയ്യും? ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്ത് 3 ആകും. 3 ലെസ് ദാൻ 5 ആണോ എന്ന് നോക്കും. കണ്ടീഷൻ ട്രൂ ആണ്. കാർസ് ഓഫ് 3 പ്രിന്റ് ചെയ്യും. അടുത്ത് എന്താണ്? ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്ത് 4 ആകും. 4 ലെസ് ദാൻ 5 ആണോ എന്ന് നോക്കും. ആണ്. അപ്പോൾ കാർസ് ഓഫ് 4 പ്രിന്റ് ചെയ്യും. കാർസ് ഓഫ് 4ലുള്ള വാല്യൂ ചെയ്താൽ ടെസ്ല പ്രിന്റ് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും? ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്ത് 5 ആകും. 5 ലെസ് ദാൻ 5 ആണോ എന്ന് നോക്കും. ആണോ? അല്ല, കണ്ടീഷൻ ഫോൾസ് ആണ്. പിന്നീട് വല്ലതും പ്രിന്റ് ചെയ്യാനുണ്ടോ? ഇല്ല. അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും? സ്റ്റോപ്പ് ആകും. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടായിട്ട് വോൾവോ ഇതെല്ലാം ഇങ്ങനെ കിട്ടും. അതാണ് എന്താ ലൂപ്പ് യൂസ് ചെയ്തിട്ട് ആ അറയിലുള്ള എലമെൻസിനെ എല്ലാം നമുക്ക് പ്രിന്റ് ചെയ്യാം. ഇനി ഗെറ്റ് ദ സൈസ് ഓഫ് ആൻ അറേ. ഒരു അറയുടെ സൈസ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? സൈസ് ഓഫ് ഓപ്പറേറ്റർ യൂസ് ചെയ്യും. അപ്പോൾ സൈസ് ഓഫ് ഓപ്പറേറ്റർ എന്തിനു വേണ്ടിയിട്ടാണ്? അറയുടെ സൈസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് സൈസ് ഓഫ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇൻ്റെ മൈ നമ്പേഴ്സ്, അറയുടെ പേര് മൈ നമ്പേഴ്സ് എന്നാണ്. എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 5 എലമെൻറ്റ്സ് ഉണ്ട്. ആ 5 എലമെൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നോക്കിയേ, സി ഔട്ട് സൈസ് ഓഫ് മൈ നമ്പേഴ്സ്. അപ്പോൾ സൈസ് ഓഫ് അറേ നെയിം കൊടുത്തു, മൈ നമ്പേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ മൈ നമ്പേഴ്സ് എന്ന് പറയുന്ന അറയുടെ സൈസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നോക്കി, ഇവിടെ റിസൾട്ട് 20 എന്നാണ് നമുക്ക് കിട്ടിയത്. എന്തുകൊണ്ടായിരിക്കും 20 വന്നതെന്ന് അറിയാമോ? അറയുടെ സൈസാണ് നമ്മൾ ചോദിച്ചേക്കുന്നത്. അപ്പോൾ സൈസ് ഓഫ് ഓപ്പറേറ്റർ മെമ്മറിയിലുള്ള ബൈറ്റ്സിലാണ് നമ്മുടെ സൈസിനെ റിട്ടേൺ ചെയ്യുന്നത്, നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുന്നത്. ഇപ്പം നോക്കിയേ, ഇവിടെ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 5 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പം ഒരു നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇൻറ്റിജർ വേരിയബിളിനെ ഇൻറ്റിജർ ഡേറ്റ ടൈപ്പിലുള്ള ഡേറ്റയെ സ്റ്റോർ ചെയ്യുമ്പോൾ മെമ്മറിയിൽ എത്ര ബൈറ്റ് ആവശ്യമുണ്ട്? 4 ബൈറ്റാണ് ഒരു ഇൻറ്റിജർ വാല്യൂവിനെ സ്റ്റോർ ചെയ്യാൻ. അപ്പോൾ അങ്ങനെ എത്ര ഇൻറ്റിജർ വാല്യൂസിന്? ഇവിടെ 5 എണ്ണത്തിനെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പം 5 എണ്ണം എത്ര വീതം? 4 ബൈറ്റ് വീതം. എത്രയായി? 20ആയി. അപ്പോൾ ഇവിടെ മെമ്മറി സൈസാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? സൈസ് ഓഫ് അറേ എന്ന് പറഞ്ഞാൽ അറേയുടെ മെമ്മറി സൈസ്. എത്ര എലമെൻസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര മെമ്മറി അത് യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് കാണിക്കുന്നത് സൈസ് ഓഫ് ഓപ്പറേറ്റർ. അപ്പോൾ ഇങ്ങനൊരു ഇത് തന്നിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് നോക്കിയാൽ, നമ്മൾ ഇൻറ്റിജർ ആണെന്നുണ്ടെങ്കിൽ അതിന് എത്ര ബൈറ്റ് വേണം? 4 ബൈറ്റ് വേണം. ഇപ്പോൾ ക്യാരക്ടർ ആണെങ്കിൽ 1 ബൈറ്റ് മതി. അപ്പോൾ അതനുസരിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഇനി എത്ര എലമെൻ്റ് ഉണ്ടെന്നും കൂടെ നോക്കുക. ക്യാരക്ടർ ആയിരുന്നു, എത്ര എലമെൻ്റ് ഉണ്ട്? ഒരു 6 എലമെൻ്റ് ഉണ്ട്. ക്യാറാണെങ്കിൽ 1 ബൈറ്റ് മതി. 6 × 1 എത്ര മെമ്മറി ആവും? 6 ബൈറ്റ്സ് ആയിരിക്കും മെമ്മറി സൈസ് കിട്ടുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. സൈസ് ഓഫ് ഓപ്പറേറ്റർ റിട്ടേൺസ് ദ സൈസ് ഓഫ് എ ടൈപ്പ് ഇൻ ബൈറ്റ്സിലായിരിക്കും സൈസ് റിട്ടേൺ ചെയ്യുന്നത്. ഇൻറ്റ് ടൈപ്പ് ഈസ് യൂഷ്വലി 4. ഇൻറ്റ് ആണെങ്കിൽ 4 ബൈറ്റ് ആണ്. അപ്പോൾ 4 × 5, 4 ബൈറ്റ് × 5 എലമെൻറ്റ്സ്, അങ്ങനെയാണ് 20 ബൈറ്റ്സ് കിട്ടുന്നത്. ഇനി നമുക്ക് രണ്ടാമത് പറയാനുള്ളത് മൾട്ടി ഡയമെൻഷണൽ അറേയാണ്. മൾട്ടി ഡയമെൻഷണൽ അറേ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അറേയുടെ
എന്താ ഒരിത് മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. ഇതിൽ രണ്ടെണ്ണം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, രണ്ടോ അതിലധികമോ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് മൾട്ടി ഡയമെൻഷണൽ അറേ എന്ന് പറയാം. അതായത് നമ്മൾ ഈ ബ്രാക്കറ്റിൽ കൊടുക്കത്തില്ലേ, അത് രണ്ടോ അതിലധികമോ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ മൾട്ടി ഡയമെൻഷണൽ അറേ എന്ന് പറയാം. സ്ട്രിങ് ലെറ്റേഴ്സ് കണ്ടോ, 2 ഉണ്ട് 4. നമ്മൾ മെയിനായിട്ട് മെട്രിക്സ് റെപ്രസെൻറ്റേഷനൊക്കെ വേണ്ടിയിട്ടാണ് ഈ മൾട്ടി ഡയമെൻഷണൽ അറേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മൾട്ടി ഡയമെൻഷണൽ അറേ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇൻഡെക്സ് നമ്പർ യൂസ് ചെയ്തിട്ടാണ്. ഇവിടെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നോക്കിയ സ്ട്രിങ് ലെറ്റർ, ഇതിൻ്റെ ഫസ്റ്റ് ഇൻഡെക്സിൽ കണ്ടോ 2, 4. അപ്പോൾ ഇതാണ് ഈ മൾട്ടി ഡയമെൻഷണൽ അറേയുടെ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2ഉം 4ഉം എന്ന് പറയുന്നത് റോസും കോളവുമാണ്. അപ്പോൾ 2 എന്ന് പറയുന്നത് 2 റോയും അറേയിലുള്ള 2 റോ, 4 എന്ന് പറയുന്നത് എത്ര കോളമാണ്, ഇത് 1, 2, 3, 4 കോളം, അങ്ങനെയാണ്. ഇപ്പം നോക്കിയേ, അപ്പം ഈ ഒരു അറയ്ക്കകത്തുള്ള വാല്യൂസ് ഏതൊക്കെയാണ്? ഇപ്പം ഫസ്റ്റ് റോ ഇതെന്ന് പറയുന്നത് 0th റോ. ഇപ്പം നമ്മൾ 0, 0 അല്ലെങ്കിൽ 0 അങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 0, 1 ഓരോ എലമെൻറ്റിനെ എടുക്കാൻ വേണ്ടി. ഇത് 0th റോ, ഇത് ഫസ്റ്റ് റോ. ഇതെന്ന് പറയുന്നത് 0th കോളം, ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം. അപ്പം നമ്മൾ ആദ്യമേ എത്ര റോ വേണം? അതിവിടെ 2 റോ. അടുത്ത എത്ര കോളം ഉണ്ട്? വാല്യൂസ് 4 കോളംസ് ഉണ്ട്. ഇനി അവിടുത്തെ വാല്യൂസ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ആദ്യത്തെ റോയിൽ ഏതൊക്കെയാണ്? ആദ്യത്തെ റോയിൽ വന്നിരിക്കുന്നത് ABCD അങ്ങനെ 4 വാല്യൂസ്. രണ്ടാമത്തെ റോയിൽ EFGH അങ്ങനെ 4 വാല്യൂസ്. ഇനി നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു വാല്യൂ ഇതിനകത്തുനിന്ന് A എന്ന് പറയുന്ന വാല്യൂവിനെ ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇത് 0th റോ അല്ലേ, 0th റോയിലെ 0th കോളം. അപ്പോൾ ഏതാണ്? 0, 0. അപ്പോൾ A എന്ന് പറയുന്നത് 0, 0. അതുപോലെ തന്നെ 0th റോയിലെ ഫസ്റ്റ് കോളം ആണെങ്കിൽ 0, 1. അടുത്ത 0th റോയിലെ സെക്കൻഡ് കോളം ആണെങ്കിൽ 0, 2. അങ്ങനെയാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പം ഇതാണ് നമ്മുടെ നമ്മളിപ്പോൾ പറഞ്ഞ പ്രോഗ്രാം. സ്ട്രിങ് ലെറ്റർ എന്ന് പറയുന്ന മൾട്ടി ഡയമെൻഷണൽ അറേയിൽ അതിൻ്റെ ഇൻഡെക്സ് ആണ് 2ഉം 4ഉമാണ്, ABCD EFGH. ഇനി നോക്കിയേ, നമുക്ക് ഇതിൻ്റെ ഒരു വാല്യൂ പ്രിൻറ്റ് ചെയ്യുക. Cout ലെറ്റേഴ്സ് എന്താണ്? ലെറ്റേഴ്സ് നമ്മൾ അറേ നെയിം കൊടുത്തു 02. 02 എന്ന് പറയുമ്പം 0th റോയിലെ സെക്കൻഡ് കോളത്തിൽ. അപ്പോൾ 0th റോ ഇതാണ്. ഇതിൽ ഫസ്റ്റ് 0, 1, 2 എന്ന് പറയുന്നത് ഏതായിരിക്കും നമുക്ക് പ്രിൻറ്റ് ചെയ്യുന്നത്? C എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും പ്രിൻറ്റ് ചെയ്യുന്നത്. ഇനി ഫസ്റ്റ് റോയിലെ 1, 2 എന്നാണ് ഞാൻ കൊടുത്തെങ്കിലോ, ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിലുള്ള ആ വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് ഏതാ? ഇതാണ് 1. ഇവിടെ വരുമ്പോൾ 1, 0, ഇവിടെ വരുമ്പോൾ 1, 1. ഇത് 1, 2. 1, 2 എന്ന് പറയുന്നത് എത്രയാണ് വാല്യൂ? G ആണ് വാല്യൂ. ഇനി നമ്മൾ 1, 3 കൊടുത്തു കഴിഞ്ഞാലോ, 1, 3 ഏത് കിട്ടും നമുക്ക്? ഏതായിരിക്കും കിട്ടുന്നത്? ഫസ്റ്റ് റോ. അപ്പം ഇതെന്താണ്? 1, 0, 1, 1, 1, 2, 1, 3. 1, 3 എന്ന് പറയുന്നത് ഏത് വാല്യൂ വരണം? H എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും വരേണ്ടത്. അങ്ങനെയാണ് നമുക്ക് വാല്യൂ നമ്മൾ ആക്സസ് ചെയ്യുന്നത്. കണ്ടോ, H ആണ് കിട്ടിയേക്കുന്നത്. ഇതാണ് മൾട്ടി ഡയമെൻഷണൽ അറേ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് സ്ട്രക്ചറിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ അറേ നമ്മൾ പറഞ്ഞു എന്താ, ഒരേ ഡേറ്റ ടൈപ്പിലുള്ള ഒന്നിലധികം വാല്യൂസിനെ ഒറ്റ വേരിയബിളിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അറേസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെയാണ്. പക്ഷേ ഡിഫറൻറ്റ് ഡേറ്റ ടൈപ്പിലുള്ള മെനി വാല്യൂസിനെ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്ട്രക്ചറിൽ സ്റ്റോർ ചെയ്യുന്നത്. അതായത് മറ്റേത് നമ്മൾ ഇൻറ്റിജർ വാല്യൂസ് മാത്രം ഇൻറ്റ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടായിരുന്നു നമ്മൾ സ്റ്റോർ ചെയ്തത്. ഇപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ സ്ട്രക്ചറിൽ പല ഡേറ്റ ടൈപ്പിലുള്ള വാല്യൂസിനെ നമുക്ക് സ്റ്റോർ ചെയ്യാം. അപ്പോൾ സ്ട്രക്റ്റ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രക്ചർ ആൾസോ കാൾഡ് സ്ട്രക്ട്സ് എന്നും അറിയപ്പെടും. are a way to group several related variables into one place. Several related ആയിട്ടുള്ള വേരിയബിൾസിനെ ഒരു പ്ലേസിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. അപ്പോൾ ഇതിനായി സ്ട്രക്ചറിനകത്തുള്ള ഓരോ വേരിയബിൾസിനെയും നമ്മൾ മെമ്പർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ സ്ട്രക്ചറിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നത്? ഡിഫറൻറ്റ് ഡേറ്റ ടൈപ്സിലുള്ള വാല്യൂസാണ് സ്ട്രക്ചറിലുള്ള. അതായത് ഇൻറ്റിജർ വരാം, സ്ട്രിങ് വരാം, ബൂളിയൻ വരാം, ക്യാർ വരാം, അങ്ങനെ പല രീതിയിലുള്ള ഡേറ്റ ടൈപ്പിലുള്ള വാല്യൂസ് വരാം. ഇനി എങ്ങനെയാണ് ഒരു സ്ട്രക്ചറിനെ ക്രിയേറ്റ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു സ്ട്രക്ചർ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ടാണ് സ്ട്രക്ചറിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് നോക്കി, ഇവിടെ സ്ട്രക്റ്റ് കീവേഡ് നമ്മൾ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നത് സ്ട്രക്റ്റ് എന്ന് പറയുന്ന കീവേഡ് കൊടുക്കും. അതാണ് സ്ട്രക്ചർ ഡിക്ലറേഷൻ. അതിനുശേഷം കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും.
ഇപ്പം ഇതിനകത്താണ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ട വാല്യൂസ് ഏതൊക്കെയാണ്, ഇൻറ്റിജർ ആണോ സ്ട്രിങ് ആണോ, ഇതെല്ലാം ഇതിനകത്ത് കൊടുക്കും. ഓരോ മെമ്പറിനെയും നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കൊടുക്കണം. ഇൻറ്റ് മൈനം എന്ന് പറഞ്ഞാൽ എന്താണ്, മൈനം എന്ന് പറയുന്നത് ഇൻറ്റിജർ ആണ്. ഇൻറ്റിജർ വേരിയബിളിനെ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. അടുത്ത സ്ട്രിങ് മൈ സ്ട്രിങ്. അപ്പം മൈ സ്ട്രിങ് എന്ന് പറയുന്നത് എന്താണ്, സ്ട്രിങ് വേരിയബിൾ ആണ്. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതിന് ശേഷം നമ്മൾ ഈ കേർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. ക്ലോസ് ചെയ്തതിന് ശേഷമാണ് സ്ട്രക്ചറിൻ്റെ വേരിയബിളിൻ്റെ നെയിം കൊടുക്കുന്നത്. നമ്മൾ അറേയുടെ നെയിം കൊടുത്ത പോലെ കണ്ടോ, മൈ സ്ട്രക്ചർ എന്ന് പറയുന്നതാണ് എൻ്റെ സ്ട്രക്ചർ വേരിയബിളിൻ്റെ പേര്. അപ്പം ഞാൻ മൈ സ്ട്രക്ചർ എന്ന് സ്ട്രക്ചർ വേരിയബിളിൻ്റെ പേര് കൊടുത്തു. അതിന് ശേഷമാണ് സെമിക്കോളൻ കൊടുക്കുന്നത്. ഇങ്ങനെയാണ് നമ്മളൊരു സ്ട്രക്ചർ വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. സ്ട്രക്ചറൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് സ്ട്രക്ചർ എന്ന് പറയുന്ന കീവേഡ് വെച്ചിട്ടാണ്. അതിനകത്തുള്ള ഓരോ വേരിയബിൾസിനെയും നമ്മൾ മെമ്പേഴ്സ് എന്നാണ്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വേരിയബിൾസിനെ നമ്മൾ മെമ്പേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് C++ഉമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് ഡേറ്റാബേസും HTML അങ്ങനെയുള്ള ക്ലാസ്സുകളും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെ നോക്കാനുണ്ട്. അധികം ദിവസം നമ്മുടെ മുന്നിൽ ഇനിയില്ല. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്